നമ്മൾ ഒരിക്കലും പരിസ്ഥിതിക്കെതിരല്ല. പരിസ്ഥിതി സംരക്ഷണം അനിവാര്യമാണ് എന്ന് മാത്രമല്ല, നാളത്തെ തലമുറയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ്. ജനങ്ങളെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് ഒരു വലിയ കൂട്ടായ്മയുടെ ഫലമായി ഇവിടെ പരിസ്ഥിതി സംരക്ഷിക്കുന്ന സാഹചര്യം ഉറപ്പുവരുത്തുക. അങ്ങനെ ഒരു പങ്കാളിത്ത പരിസ്ഥിതി സംരക്ഷണ പദ്ധതിക്ക് രൂപം കൊടുത്ത ശ്രീ രാധാകൃഷ്ണനെ, വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക. 10 ലക്ഷം മരങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ നടുകയും അത് സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം പ്രതിജ്ഞാബദ്ധമായി ഏറ്റെടുക്കുകയും ചെയ്യുന്ന ആ മുഹൂർത്തം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ മുഹൂർത്തമാണ് എന്നതിൽ സംശയമില്ല. പരിസ്ഥിതി സംരക്ഷണം ഇന്നിപ്പോൾ നമുക്ക് വളരെയേറെ നിയമങ്ങൾ, ശക്തമായ നിയമങ്ങൾ, ആ നിയമങ്ങൾ ആവശ്യമാണ്. അതിൻ്റെ പ്രസക്തി വളരെ കൂടുതലാണ് എന്നൊക്കെ ഞാൻ സമ്മതിക്കാമെങ്കിലും അതിനേക്കാൾ ഉപരിയായി സ്വമനസ്സാലെ ഇതിൻ്റെ ആവശ്യകതയും പ്രസക്തിയും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സ്വയം പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി മുമ്പോട്ട് വരുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ആ വലിയ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടും അതിൻ്റെ ആവശ്യകത ഉൾക്കൊണ്ടുകൊണ്ടും എല്ലാവരെയും പങ്കാളികളാക്കുന്ന സ്കീമാണ് ഇപ്പോഴത്തെ ഈ പങ്കാളിത്ത പരിസ്ഥിതി സംരക്ഷണ പദ്ധതി. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മളുടെ പശ്ചിമഘട്ടം പ്രദേശം. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ജനവാസമില്ലാന്ന് ഞാൻ പറയുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്ത് നിന്നുള്ള വിഭവങ്ങൾ ശേഖരിക്കുന്നതിൽ ഉള്ള തടസ്സങ്ങളാണ് മുഖ്യമായ പ്രശ്നമായി വന്നിരിക്കുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു 10 ഇരട്ടി ജനവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. പശ്ചിമഘട്ടവും തീരപ്രദേശത്തെ പോലെ ഇല്ലെങ്കിലും പശ്ചിമഘട്ടത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജനവാസം വളരെ കൂടുതലുള്ള സ്ഥലമാണ് പശ്ചിമഘട്ട ഏരിയ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് സംരക്ഷിച്ചേ മതിയാകൂ. തീരദേശ പരിപാലനം, നമ്മുടെ ഹിൽ ഏരിയയിലെ നമ്മുടെ സംരക്ഷണം, ഇത് രണ്ടും നമുക്ക് അനിവാര്യമാണ്. പക്ഷേ അവിടെ താമസിക്കുന്ന ജനങ്ങളെ, അവരുടെ ജീവിത മാർഗങ്ങളെ നമുക്ക് സംരക്ഷിക്കണം. അപ്പോൾ ഇതിന്ന് നമ്മൾ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് എടുത്തുകൊണ്ട് നടത്തുക. പരിസ്ഥിതി സംരക്ഷണത്തിനും ജനങ്ങളുടെ ജീവിത ഉപാധികൾക്കും താമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്.